ഹായ് ഓൾ, ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് വരാൻ പോകുന്ന LGSന്റെ 2 ഘട്ടം ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ 10th പ്രിലിംസിൻ്റെ ഡേറ്റ് ഏകദേശം വന്നു കഴിഞ്ഞു. ഒരു മാസവും കുറച്ച് ദിവസം കൂടിയുള്ളൂ അല്ലേ. അപ്പം അത് ചെയ്യുന്ന ആളുകൾക്കും വേണ്ടിയിട്ട് ഇന്ത്യൻ ഭരണഘടന എന്ന പറയുന്ന ഭാഗത്തു നിന്നുള്ള കുറച്ച് PSC ചോദിച്ച ക്വസ്റ്റ്യൻസ് റീസെൻ്റായിട്ട് എക്സാമുകളിൽ ചോദിച്ചതും ചോദിക്കാൻ സാധ്യതയുള്ളതും LGS ലെവലായിട്ട് PSC ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ, എന്താ ഭരണഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ഒരു ആധികാരിക പ്രമാണമാണ് ഭരണഘടന അല്ലേ. ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണമാണ് ഇത് ഭരണഘടന. കോൺസ്റ്റിറ്റ്യൂർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടന എന്ന പദം ഉത്ഭവിക്കുന്നത്. ചോദിച്ചാലോ, വെറുതെ ഒരു ഇൻട്രഡക്ഷൻ പറഞ്ഞുതരാം. കോൺസ്റ്റിറ്റ്യൂർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പദം ഉത്ഭവിക്കുന്നത്. ലോ ഓഫ് ലാൻഡ് അല്ലെങ്കിൽ ലോ ഓഫ് ലാൻഡ് ഒക്കെ എന്നറിയപ്പെടുന്ന ഏതാ ഭരണഘടനയാണ്. ലോ ഓഫ് ലാൻഡ് എന്നറിയപ്പെടുന്ന ഏതാ ഭരണഘടനയാണ്. ഒരു രാഷ്ട്രത്തിന്റെ ഭരണം നടത്തുന്നതിനുള്ള നിയമങ്ങളുടെ ഉറവിടം ചോദിച്ചാലും ഇത് തന്നെയാ ഭരണഘടനയാണ്. രാഷ്ട്രത്തിന്റെ ഭരണം നടത്തുന്നതിനുള്ള നിയമങ്ങളുടെ ഉറവിടം ചോദിച്ചാൽ ഏതാ ഭരണഘടനയാണ്. ഭരണഘടനകളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? 1 ലിഖിത ഭരണഘടന, 2 അലിഖിത ഭരണഘടന. ഭരണഘടനകളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിച്ചു. 1 ലിഖിത ഭരണഘടന, 2 അലിഖിത ഭരണഘടന. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് ഏത്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ചെറുതും ഏറ്റവും പഴക്കമുള്ളതുമായിട്ടുള്ള ലിഖിത ഭരണഘടനയുണ്ട്. അത് ഏത് രാജ്യത്തിൻ്റെയാ? അത് അമേരിക്കൻ രാജ്യത്തിൻ്റെ അമേരിക്കൻ ഭരണഘടനയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ചെറുതും അതുപോലെ പഴക്കമുള്ളതുമായിട്ടുള്ള ലിഖിത ഭരണഘടനയുള്ള രാജ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകത എന്താ? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന. ലോകത്തിലെ ഏറ്റവും ചെറുതും അതുപോലെ തന്നെ പഴക്കമുള്ളതുമായിട്ടുള്ള ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് ഏത്? അമേരിക്കൻ ഭരണഘടന. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? ജെയിംസ് മാഡിസൺ അല്ലെ. ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ചോദിച്ചാൽ ആരാ? ഡോക്ടർ BR അംബേദ്കർ ആണ്. പിന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 2 ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. താഴെ തന്നിരിക്കുന്നതിൽ ലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണം ഏത്, അല്ലെങ്കിൽ അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണം ഏതാണ്? ഏതൊക്കെ രാജ്യങ്ങൾക്കാ ലിഖിത ഭരണഘടനയുള്ളത്? ലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങളാണ് ഓസ്ട്രേലിയയുണ്ട്, ബ്രസീലുണ്ട്, സൗത്ത് ആഫ്രിക്കയുണ്ട് കേട്ടോ. കൂടാതെ ഇന്ത്യയുമുണ്ട്. ഓർത്തു വെക്കുക, നമ്മൾ SCRT പ്രകാരമാണ് പറയുന്നത്. ലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെ എഴുതണം? ഓസ്ട്രേലിയ, ബ്രസീല്, സൗത്ത് ആഫ്രിക്ക. അങ്ങനെയാണെങ്കിൽ അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണമാണ് ഏതൊക്കെയാ? ബ്രിട്ടൻ ഉണ്ട്, ഇസ്രയേൽ ഉണ്ട്, അതുപോലെ ന്യൂസിലാൻഡ് ഉണ്ട്, പിന്നെ ഫ്രാൻസ് ഉണ്ട് കേട്ടോ. ഫ്രാൻസ് ഏതൊക്കെയാ? ബ്രിട്ടൻ, ഇസ്രയേൽ, ന്യൂസിലാൻഡ്, ഫ്രാൻസ്. ഇതൊക്കെ എന്താണ്? അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണമാണ്. ലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാ? ABS ഓസ്ട്രേലിയ, അതുപോലെ ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക, സൗത്ത് ആഫ്രിക്ക അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്ക. ഇതൊക്കെ എന്താണ്? ലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണമാണ്. ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം ചോദിക്കാറുണ്ട്. ഏതാ? ബ്രിട്ടൻ അല്ലെ. ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം ചോദിച്ചാൽ ഏതാ? ബ്രിട്ടൻ ആണ്. അങ്ങനെയാണെങ്കിൽ ലിഖിത ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം ഏതാ? ലിഖിത ഭരണഘടന എന്ന ആശയം അത് അമേരിക്ക കേട്ടോ. ലിഖിത ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം ചോദിച്ചാൽ ഏതാ? അത് അമേരിക്കയാണ്. വെറും ചോദിക്കാണ് ഭരണഘടന എന്ന ആശയമാണ് ചോദിക്കുന്നതെങ്കിൽ ഏതാ? അത് ബ്രിട്ടനാണ്. ലിഖിത ഭരണഘടനയാണെങ്കിൽ ഏതാ? അത് അമേരിക്കയാണ്. ഇത് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ, കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യയുടെ നിയമനിർമ്മാണ സമിതിയായിട്ട് മാറിയതെന്നാണ്. അതിനു മുമ്പ് നമുക്ക് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമായത് എന്നാന്ന് പഠിക്കണം. എന്നാ 1946 ഡിസംബർ 6 എന്ത് ചെയ്യുന്നത്? ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമാകുന്നത് കേട്ടോ. താഴത്തെ ഞാൻ ക്വസ്റ്റ്യൻ ആയിട്ട് നൽകിയിട്ടുണ്ട്, അതന്നേരം നോക്കാം നമുക്ക്. പക്ഷെ ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യയുടെ നിയമനിർമ്മാണ സമിതിയായിട്ട് മാറിയത് എന്നാന്ന് ചോദിച്ചാൽ എന്നാ? ഓപ്ഷൻ A ആണ്. 1947 ഓഗസ്റ്റ് 15 എന്ത് ചെയ്യുന്നത്? ഭരണഘടനാ നിയമനിർമ്മാണ സമിതി ഇന്ത്യയുടെ നിയമനിർമ്മാണ സമിതിയായിട്ട് മാറുന്നത്. രണ്ടാമത്തെ ചോദ്യം: ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ വനിതാ അംഗങ്ങൾ എത്രയായിരുന്നു? ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ വനിതാ അംഗങ്ങൾ ചോദിച്ചാൽ എത്രയായിരുന്നു? 17 അല്ലേ.
17 വനിതാ അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ വേറൊരു 17 ഉണ്ട്. അതേതാണെന്നറിയോ? ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ മലയാളി അംഗങ്ങൾ എത്രയാണ്? മലയാളി അംഗങ്ങൾ ചോദിച്ചാൽ എത്രയാ? അതും 17 ആണ്. അപ്പൊ 2 അക്കം സെയിം ആണ്. എന്തിരിക്കുക? ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ വനിതാ അംഗങ്ങൾ, ആകെ വനിതാ അംഗങ്ങൾ ചോദിച്ചാൽ 17 ആണ്. ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ ആകെ മലയാളികൾ ചോദിച്ചാലും ഇത്ര തന്നെയാണ്, 17 ആണ്. അങ്ങനെയാണെങ്കിൽ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ മലയാളി വനിതകൾ എത്രയാണ്? മലയാളി വനിതകൾ ചോദിച്ചാൽ എത്രയാ? 3 മലയാളി വനിതകളായിരുന്നു ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്നത്. ആരൊക്കെയായിരുന്നു ആ 3 വനിതകൾ എന്നറിയോ? 1 ആനി മസ്ക്രീന്, 2 അമ്മു സ്വാമിനാഥൻ, 3 ദാക്ഷായിനി വേലായുധൻ. 1 ആനി മസ്ക്രീൻ, 2 അമ്മു സ്വാമിനാഥൻ, 3 ദാക്ഷായിനി വേലായുധൻ. അങ്ങനെ 3 മലയാളി വനിതകളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്നത്. 5ാമത്തെ ചോദ്യം, ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ യോഗം ചേർന്നതെന്നാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ യോഗം ചേർന്നത് എന്നായിരുന്നു. ഓപ്ഷൻ സി ആണ്. 1946 ഡിസംബർ 9 ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ യോഗം ചേരുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്, ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് ചോദിച്ചാൽ എന്ന് എഴുതണം. അത് ഡിസംബർ 6 1946 ഡിസംബർ 6 ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമാകുന്നത്. ആദ്യത്തെ സമ്മേളനം ഡിസംബർ 6 രൂപീകരിച്ചു. ഡിസംബർ 9 എന്ത് ചെയ്തു? ആദ്യത്തെ യോഗം ചേർന്നു. ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ അംഗങ്ങള് ഭരണഘടനയിൽ ഒപ്പുവെച്ചതെന്നാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങള് ഭരണഘടനയിൽ ഒപ്പുവെച്ച തീയതി ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ സി ആണ്. 1950 ജനുവരി 24 കേട്ടോ. 1950 ജനുവരി 24 കുറെ ഡേറ്റ് ഒക്കെ പഠിക്കാനുണ്ട്. പക്ഷെ നമ്മൾ മസ്റ്റ് ആയിട്ട് PSC ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ എടുത്തുള്ളൂ. ഒത്തിരി ക്വസ്റ്റ്യൻസ് വേറെ ഉണ്ട്, പക്ഷെ നമുക്ക് പെട്ടെന്ന് തീർക്കാനല്ലേ, നമ്മൾ റിവിഷൻ ആയിട്ടല്ലേ കാണുന്നുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങള് ഭരണഘടനയിൽ ഒപ്പുവെച്ചത് എന്താണെന്ന് വെച്ചാൽ 1950 ജനുവരി 24 ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ സെക്രട്ടറി ആരായിരുന്നു? ആരായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി എന്ന് ചോദിച്ചാൽ ആരാ? HVR അയ്യങ്കാർ ആട്ടോ. ഓപ്ഷൻ സി ആണ്. HVR അയ്യങ്കാർ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി ചോദിച്ചാൽ ആരാ? HVR അയ്യങ്കാർ ആണ്. ഇനി ഭരണഘടനാ നിർമ്മാണം പൂർത്തിയാക്കാൻ എടുത്ത സമയം എത്രയാണ്? ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എടുത്ത സമയം എത്രയാ? ഓപ്ഷൻ ബി ആണ്. 2 വർഷം 11 മാസം 17 ദിവസം. ഇത് 18 ദിവസം എന്നും ചിലപ്പോൾ പറയാറുണ്ട് കേട്ടോ. പക്ഷെ വർഷവും മാസവും മാറൂല. 2 വർഷം 11 മാസം 17 ദിവസം അല്ലെങ്കിൽ 18 ദിവസം. ഏതാണ് ഓപ്ഷനില്ല അത് എഴുതാ നിങ്ങൾ. അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ കലണ്ടറിനെ അംഗീകരിച്ചതെന്നാണ്. ഇതൊക്കെ PSCക്ക് ചോദിക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ കലണ്ടർ അംഗീകരിച്ച വർഷം ചോദിച്ചാൽ ഏത്? ഓപ്ഷൻ എ ആണ്. 1957 മാർച്ച് 22 1957 മാർച്ച് 22 ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ കലണ്ടറിനെ അംഗീകരിച്ചത്. 11ാം ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയിൽ BR അംബേദ്കർ തന്റെ അവസാന പ്രസംഗത്തിൽ യൂണിറ്റി ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചത് എന്തിനൊക്കെയാണ്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ BR അംബേദ്കർ തന്റെ അവസാന പ്രസംഗത്തിൽ യൂണിറ്റി ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചത് ഏതൊക്കെയാ? ഓപ്ഷൻ സി ആണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇതിനെയാണ് എന്ത് വിശേഷിപ്പിച്ചത്? യൂണിറ്റി ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചു. ആരാ വിശേഷിപ്പിച്ചത്? ഡോക്ടർ BR അംബേദ്കർ ആണ് വിശേഷിപ്പിച്ചത്. ഇനി 12ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചതെന്നാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ച് ചോദിച്ചാൽ 1950 ജനുവരി 24 കേട്ടോ. അതായത് ഭരണഘടനയിൽ ഇവർ ഒപ്പുവെച്ച തീയതി ഉണ്ടല്ലോ, അതേ തീയതിക്ക് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെയും അംഗീകരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്തു നോക്കുക, 26 ജനുവരി 26 എന്താ? ഇന്ത്യ റിപ്പബ്ലിക് അല്ലെ? 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നു. അപ്പൊ അതിന് എന്ത് ചെയ്യണം? ദേശീയ ഗാനം പാടണം. അപ്പൊ അതിന്റെ റിഹേഴ്സൽ നടത്തിയത് ജനുവരി 24 അങ്ങനെയെങ്കിലും കരുതി വെച്ചോ നിങ്ങൾ. അപ്പോൾ ഈ ഡേറ്റ് ഓർത്തു നോക്കുക. എങ്ങനെയെങ്കിലും ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് ചോദിച്ചാൽ 1950 ജനുവരി 24 വേറെന്തുണ്ട്? ദേശീയ ഗീതം അംഗീകരിച്ചതും സെയിം ഡേറ്റിന് കേട്ടോ. ദേശീയ ഗീതം അംഗീകരിച്ച് ചോദിക്കുകയാണെങ്കിലും 1950 ജനുവരി 24 ഇനി ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചതെന്ന ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാക അംഗീകരിച്ചത്
47 ജൂലൈ 22 അല്ലെ 1947 ജൂലൈ 22 ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാക അംഗീകരിച്ചതെന്ന 1947 ജൂലൈ 22. ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ നിയമ ഉപദേഷ്ടാവ് ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമ ഉപദേഷ്ടാവ് ചോദിച്ചാൽ ആരാ? BN റാവു ആണ് അല്ലെ, BN റാവു ആണ്. നമ്മൾ HVR അയ്യങ്കാറിനെ പഠിച്ചില്ലേ, അതെന്തായിരുന്നു? അത് സെക്രട്ടറി ആയിരുന്നു കേട്ടോ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി ചോദിച്ചാൽ ആരാ? HVR അയ്യങ്കാർ ആയിരുന്നു. സഭയുടെ നിയമ ഉപദേഷ്ടാവ് ചോദിച്ചാൽ ആരാ? BN റാവു ആണ്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്ന വർഷം എന്നാ നമ്മൾ പറഞ്ഞു ഓൾറെഡി. എന്നാ ഡിസംബർ 6 രൂപീകരിച്ചു, ഡിസംബർ 9 ആദ്യത്തെ സമ്മേളനം നടന്നു. ഏത് വർഷം? 1946. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം പ്രസിഡന്റ് ആരായിരുന്നു? ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ സ്ഥിരം പ്രസിഡന്റ് ചോദിച്ചാൽ ആരെഴുതണം നമ്മൾ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം പ്രസിഡന്റ് ചോദിച്ചാൽ ആരാ? രാജേന്ദ്ര പ്രസാദ്. താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? താൽക്കാലിക അധ്യക്ഷൻ അത് സച്ചിദാനന്ദ സിൻഹയായിരുന്നു കേട്ടോ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാ? സച്ചിദാനന്ദ സിൻഹയായിരുന്നു. ഇനി 17ാമത്തെ ചോദ്യം, ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ആരാ കാലത്താ? ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് എന്ത് ചെയ്യുന്നത്? മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. ഇനി ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ്, ഭാഗം 4A. ഭാഗം 4A മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏതാണ്? മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വർഷം ചോദിച്ചാൽ ഇത് 1976 ആരുടെ കാലത്താണ് നമ്മൾ പഠിച്ചു? ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്. അപ്പോൾ വർഷം ഇപ്പം പഠിച്ചു ഏതാ? 1976 മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ആരുടെ കാലത്താണ്, അല്ലെങ്കിൽ ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണെന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. വർഷമാണ് ചോദിക്കുന്നതെങ്കിൽ ഏതാ? 1976 ഏതാ ഭേദഗതി? 42ാമത്തെ ഭേദഗതി പ്രകാരം. 20ാമത്തെ ചോദ്യം, 1976 42ാമത്തെ ഭരണഘടനാ ഭേദഗതി വഴി എത്ര മൗലിക കടമകളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്? അപ്പൊ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് നോക്കിയേ, ഏത് വർഷം? 1976 ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്രാമത്തെ ഭേദഗതിയാ? 42ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മൗലിക കടമകൾ കൂട്ടിച്ചേർക്കുന്നത്. അങ്ങനെ എത്ര മൗലിക കടമകളാണ് 1976 കൂട്ടിച്ചേർത്തത് എന്ന് ചോദിച്ചാൽ എത്രയാ? ഭരണഘടനയിൽ നിലവിൽ വരുന്ന സമയത്ത് 10 മൗലിക കടമകളായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അതായത് 1976 42ാമത്തെ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത മൗലിക കടമകളുടെ എണ്ണം ചോദിച്ചാൽ 10 എണ്ണമാണ്. എന്നാൽ നിലവിൽ എത്ര മൗലിക കടമകളുണ്ട്? 11 മൗലിക കടമകളാണ് നിലവിലുള്ളത്. ഇനി മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശിപാർശ ചെയ്ത കമ്മിറ്റി ഏതാ? മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശിപാർശ ചെയ്ത കമ്മിറ്റി ചോദിച്ചാൽ ഏതാ? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. ഓപ്ഷൻ എ ആണ്, സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശിപാർശ ചെയ്ത കമ്മിറ്റിയാണ് ഏത്? സ്വരൺ സിംഗ് കമ്മിറ്റി. ഇനി മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഭാഗം നമ്മൾ പറഞ്ഞു ഏതായിരുന്നു? 4A. അങ്ങനെയാണെങ്കിൽ ഏത് ആർട്ടിക്കിൾ? 4A ഏത് ആർട്ടിക്കിളാ? 51A ആണ് കേട്ടോ. ആർട്ടിക്കിൾ ആണ് ചോദിക്കുന്നതെങ്കിൽ ഏതാ? 51A ആണ്. പാർട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ഏതാ? 4A ആണ്. അപ്പൊ മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാ? 51A ആണ്. ഭാഗമാണ് ചോദിക്കുന്നതെങ്കിലോ 4A ആണ്. ഇനി ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ഏതാണ്? ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ചോദിച്ചാൽ ഏതാ? 4ാമത്തെ ഭാഗത്തിലാട്ടോ. 4ാമത്തെ ഭാഗമാണ് ഏത്? നിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ.
ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നാലോ, ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏതിലാണ്? 1 പൗരത്വം, 2 മൗലികാവകാശം, 3 മൗലിക കടമ, 4 നിർദ്ദേശക തത്വങ്ങൾ. ഇങ്ങനെ തന്ന ഏത് എഴുതണം? നിർദ്ദേശക തത്വങ്ങൾ കേട്ടോ. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ചോദിച്ചാൽ നിർദ്ദേശക തത്വങ്ങളാണ്. നിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭാഗം 4ലാണ്. അടുത്ത ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന ഭാഗം ചോദിച്ചു. നമ്മളിപ്പോൾ പറഞ്ഞു ഏതാ? 4ാം ഭാഗത്തിലാണ് അല്ലെ, ഭാഗം 4ലാണ്. ഇനി ഭരണഘടനയിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന വകുപ്പ് ഏതാണ്? ഭരണഘടനയിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന വകുപ്പ് ഏതാണ്? ഏതാ ആർട്ടിക്കിള്? ഓപ്ഷൻ സി അല്ലെ, 36 മുതൽ 51 വരെ കേട്ടോ. 36 മുതൽ 51 വരെയാണ് ഇത് നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. നിയമനിർമ്മാണത്തിലും നിർവഹണത്തിലും രാഷ്ട്രം പിന്തുടരേണ്ട ചില അടിസ്ഥാന ലക്ഷ്യങ്ങളാണ് ഇത് നിർദ്ദേശക തത്വങ്ങൾ. നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന വകുപ്പ് ചോദിച്ചാൽ ഏതാ? 36 മുതൽ 51 വരെയാണ്. 12 മുതൽ 35 വരെ ഏതാ? മൗലിക അവകാശങ്ങൾ കേട്ടോ. 12 മുതൽ 35 വരെ ഏതാ? മൗലിക അവകാശങ്ങൾ. 5 മുതൽ 11 വരെ പിന്നെ പൗരത്വമാണ്. ഇനി 26 എന്താ? മാർഗനിർദ്ദേശക തത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ്? മാർഗനിർദ്ദേശക തത്വം എന്നത് ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാന്ന് ചോദിച്ചാൽ ഏതാ? അയർലാൻഡിൽ നിന്നാണ് കേട്ടോ. ഇന്ത്യ കടമെടുത്തത് എവിടുന്ന? അയർലാൻഡിൽ നിന്ന്. ഓപ്ഷൻ സി ആണ്. അയർലാൻഡിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത്. എന്നാൽ ലോകത്തിൽ ആദ്യമായിട്ട് നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയ രാജ്യം ചോദിച്ചാൽ ഏതാ? അത് സ്പെയിൻ ആട്ടോ. സ്പെയിൻ. അപ്പൊ എന്താ ക്വസ്റ്റ്യൻ? അതായത് മാർഗനിർദ്ദേശക തത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ചോദിച്ചാൽ ഏതാ? അയർലാൻഡിൽ നിന്ന്. എന്നാൽ ലോകത്ത് ആദ്യമായിട്ട് നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയ രാജ്യം ചോദിച്ചാൽ ഏതാ? പിന്നെ അത് സ്പെയിൻ ആണ്. ഇനി അടുത്തത്, അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ഭരണഘടനയിലെ അനുച്ഛേദം ചോദിച്ചാൽ ഏതാ? ആർട്ടിക്കിൾ 32 ആണ് കേട്ടോ. ഏതാ? ആർട്ടിക്കിൾ 32 ആണ്. എന്താ ആർട്ടിക്കിൾ 32 പറയുന്നത്? ആർട്ടിക്കിൾ 32 പറയുന്നത് ഒരു വ്യക്തിക്ക് തന്റെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാനുള്ള അവകാശം നൽകുന്ന അനുച്ഛേദമാണ് ഏത്? ആർട്ടിക്കിൾ 32. അല്ലെങ്കിൽ ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 32. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന ആർട്ടിക്കിളാണ് ഏത്? 32. നമ്മുടെ മൗലിക അവകാശങ്ങളുടെ ഭാഗത്ത് വരുന്നതാണ് ഏത്? ആർട്ടിക്കിൾ 32. ഇനി 28ാമത്തെ ചോദ്യം, ബാലവേല നിരോധിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് അനുച്ഛേദ പ്രകാരമാണ്? ബാലവേല നിരോധിക്കുന്നത് ഭരണഘടനയിലെ ഏത് അനുച്ഛേദ പ്രകാരം? ആർട്ടിക്കിൾ 24 പ്രകാരം. ഓപ്ഷൻ എ ആണ്. ആർട്ടിക്കിൾ 24 പ്രകാരമാണ് എന്തെന്ന്? ചൈൽഡ് ലേബർ അല്ലെങ്കിൽ ബാലവേല നിരോധിക്കുന്നത്. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയുണ്ട്. അത് ഏതാണെന്നറിയോ? അത് റെഗ്മാർക്ക് കേട്ടോ. റെഗ്മാർക്കാണ്. റെഗ്മാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവാര? കൈലാഷ് സത്യാർത്ഥി കേട്ടോ. റെഗ്മാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ചോദിച്ചാൽ ആരാ? കൈലാഷ് സത്യാർത്ഥിയാണ്. റെഗ്മാർക്ക് ഇപ്പൊ അറിയപ്പെടുന്ന ഏത് പേരിലാണെന്നറിയോ? ഗുഡ് വീവ് കേട്ടോ. ഗുഡ് വീവ് എന്നാണ് റെഗ്മാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്നത്. അതുപോലെ ലോക ബാലവേല വിരുദ്ധ ദിനം എന്ന ജൂൺ 12 കേട്ടോ. ജൂൺ 12 ആണ് ലോക ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്. ഈ ബാലവേലയെ കുറിച്ച് പറയുന്ന ഭാഗം ചോദിച്ചാൽ ഏതാ? മൗലിക അവകാശങ്ങളുടെ ഭാഗത്ത് ആർട്ടിക്കിൾ 23 24, അതായത് ചൂഷണത്തിനെതിരെയായ അവകാശം, ആ ഭാഗത്താണ് ബാലവേലയെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 23 24 24 എന്ത് ചെയ്യുന്നത്? ബാലവേല നിരോധിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ്. ഇനി അടിമത്തം നിരോധിക്കുന്ന ഇന്ത്യയിലെ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? അടിമത്തം നിരോധിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം, മനുഷ്യക്കടത്ത്, അടിമത്തം, നിർബന്ധിച്ച് തൊഴിലെടുപ്പിക്കൽ എന്നിവ നിരോധിക്കുന്ന വകുപ്പ് ചോദിച്ചാൽ ഏതാ? ആർട്ടിക്കിൾ 23. അപ്പോൾ നമ്മൾ 2 ആർട്ടിക്കിൾ പഠിച്ച 23 പഠിച്ചു, 24 പഠിച്ചു. ഇത് രണ്ടുമാണ് എന്ത് ചെയ്യുന്നത്? ചൂഷണത്തിനെതിരായ അവകാശം. നമുക്ക് ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളുണ്ടല്ലോ, അതിൽ ചൂഷണത്തിനെതിരായ അവകാശത്തിൽ 2 എണ്ണം ഉള്ളത്. ഒന്ന് ആർട്ടിക്കിൾ 23, ആർട്ടിക്കിൾ 24. ആർട്ടിക്കിൾ 24 എന്താ കുറിച്ചാണ് പറയുന്നത്? മനുഷ്യക്കടത്ത്, അടിമത്തം, നിർബന്ധിച്ച് തൊഴിലെടുപ്പിക്കൽ എന്നിവ നിരോധിക്കുന്നതാണ് ആർട്ടിക്കിൾ
ആർട്ടിക്കിൾ 23. ആർട്ടിക്കിൾ 24 എന്താ? ബാലവേല നിരോധിക്കുന്നു എന്നുള്ളതാണ്. ഇനി 30ാമത്തെ ചോദ്യം, നിലവിൽ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാ? നിലവിൽ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാ? 6 മൗലിക അവകാശങ്ങളാണ് നിലവിൽ നമുക്കുള്ളത് അല്ലെ. എന്നാൽ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് എത്ര മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു? 7 അവകാശങ്ങൾ ഉണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു, ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാ? അത് 7 ആയിരുന്നു. എന്നാൽ നിലവിൽ എത്ര മൗലിക അവകാശങ്ങളുണ്ട്? 6 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസ്സാക്കിയ INC സമ്മേളനം ഏതാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസ്സാക്കിയ കോൺഗ്രസ് സമ്മേളനം ചോദിച്ചാൽ ഏതാ? അത് കറാച്ചി സമ്മേളനമാണ്. ഓപ്ഷൻ ബി ആണ് കറാച്ചി സമ്മേളനം. മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാ? കറാച്ചി സമ്മേളനമാണ്. ഇനി ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ഏതാണ്? ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നീ വിശേഷണങ്ങളുള്ള ഭരണഘടനയിലെ ഭാഗം ചോദിച്ചാൽ ഏതാ? ഭാഗം 3 ആണ്. ഭാഗം 3 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? മൗലിക അവകാശങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇനി ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ ഏതാ? 12 മുതൽ 35 വരെയാണ്. ഓപ്ഷൻ ഡി ആണ്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് എന്ത് ചെയ്യുന്നത്? മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇനി മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാ? മൗലിക അവകാശങ്ങളുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ആരാ? സർദാർ വല്ലഭായി പട്ടേൽ കേട്ടോ. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാ? സർദാർ വല്ലഭായി പട്ടേലാണ്. ഇനി ഭരണഘടനയുടെ വിശാലമായ സവിശേഷതകളുടെ സാരാംശമായിട്ട് കണക്കാക്കുന്നത് എന്താണ്? ഭരണഘടനയുടെ വിശാലമായ സവിശേഷതകളുടെ സാരാംശമായിട്ട് കണക്കാക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ആമുഖമാണ്. ഓപ്ഷൻ സി ആണ്, ആമുഖമാണ്. ഭരണഘടനയുടെ ആമുഖമാണ് എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നത്? ഭരണഘടനയുടെ വിശാലമായ സവിശേഷതകളുടെ സാരാംശമായിട്ട് അറിയപ്പെടുന്നത് ആമുഖമാണ്. ഇനി അടിയന്തരാവസ്ഥ കാലത്തും നിലനിൽക്കുന്ന മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ്? അടിയന്തരാവസ്ഥ കാലത്തും നിലനിൽക്കുന്ന മൗലിക അവകാശങ്ങൾ ചോദിച്ചാൽ ഓപ്ഷൻ 20ഉം 21. ഓപ്ഷൻ ഡി ആണ്. ആർട്ടിക്കിൾ 20ഉം 21 കേട്ടോ. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ എന്ത് ചെയ്യും? നമ്മുടെ മൗലിക അവകാശങ്ങളൊക്കെ റദ്ദാവും. പക്ഷെ എന്ത് ചെയ്യില്ല? ആർട്ടിക്കിൾ 20ഉം 21 എന്താവൂല? പിന്നെ റദ്ദാവൂല കേട്ടോ. അതായത് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ മൗലിക അവകാശങ്ങളൊക്കെ റദ്ദാവും. പക്ഷെ എന്ത് ചെയ്യൂല? ആർട്ടിക്കിൾ 20ഉം 21ഉം റദ്ദാവൂല. എന്താ ആർട്ടിക്കിൾ 20ഉം 21ഉം? ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത് ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന 3 തരത്തിലുള്ള സംരക്ഷണത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 20. ആർട്ടിക്കിൾ 21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, അതാണ് ഇത് ആർട്ടിക്കിൾ 21. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന അനുച്ഛേദമാണ് ഇത് ആർട്ടിക്കിൾ 21 കേട്ടോ. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് ഏതാ? ആർട്ടിക്കിൾ 21 അപ്പോൾ ആർട്ടിക്കിൾ 20 എന്താ? ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന 3 തരത്തിലുള്ള സംരക്ഷണമാണ്. അത് ഏതൊക്കെയാണെന്നറിയോ? 1, മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കാൻ പാടില്ല. 2, ഒരു വ്യക്തി ഒരു കുറ്റത്തിന് 1-ലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല. 3, ക്രിമിനൽ കേസുകൾ ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തെളിവ് നൽകുന്നതിനെ നിർബന്ധിക്കാനും പാടില്ല. ഇതാണ് ആർട്ടിക്കിൾ 20 പറയുന്നത്. ആർട്ടിക്കിൾ 21 നമ്മൾ പറഞ്ഞു മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21. ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ഇത് ആർട്ടിക്കിൾ 21. ഇനി മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാ? മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാ? സുപ്രീം കോടതിയാണ്. ഇനി 39ാമത്തെ ചോദ്യം, മൗലികാവകാശങ്ങളുടെ പ്രമേയം എഴുതി തയ്യാറാക്കിയത് ആരായിരുന്നു? മൗലികാവകാശങ്ങളുടെ പ്രമേയം എഴുതി തയ്യാറാക്കിയത് ആരായിരുന്നു? ഓപ്ഷൻ സി ആണ്, ജവഹർലാൽ നെഹ്റു ആണ്. മൗലികാവകാശങ്ങളുടെ പ്രമേയം എഴുതി തയ്യാറാക്കിയത് ആരാ? നെഹ്റു ആണ്. ഇനി സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത വർഷം ഏതാണ്? സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത വർഷം നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞു. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് നമുക്ക് 7 മൗലിക അവകാശങ്ങളുണ്ടെന്ന് പറഞ്ഞായിരുന്നു അല്ലേ? അതിൽ നിന്നും നീക്കം ചെയ്ത ഒരു മൗലിക അവകാശമാണ് ഇത് സ്വത്തവകാശം. പീസ് എത്രയോ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്നതിൽ മൗലിക അവകാശം അല്ലാത്തത് ഏത്? അത് ഓപ്ഷൻ ഏതുണ്ടാവും? സ്വത്തവകാശം ഉണ്ടാവും. അപ്പോൾ ഓർത്തു നോക്കുക, സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത വർഷം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ബി ആണ്, 1978.
41 സർക്കാർ ഉദ്യോഗങ്ങളിൽ അവസര സമത്വം ഉറപ്പുവരുത്തുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? സർക്കാർ ഉദ്യോഗങ്ങളിൽ അവസര സമത്വം ഉറപ്പുവരുത്തുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്, ആർട്ടിക്കിൾ 16 ആണ്. ആർട്ടിക്കിൾ 16. 42 സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? വർഷം നമ്മൾ പറഞ്ഞു 1978 സ്വത്തവകാശ മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത്. അത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണെന്ന് ചോദിച്ചാൽ ഏതാ? 44 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത്. വർഷം 1978. 43 ചോദ്യം, സ്വത്തവകാശത്തെ കുറിച്ച് പ്രതിപാദിച്ചിരുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ് ഏതാണ്? സ്വത്തവകാശത്തെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ് നിലവിൽ ഏതിലാ? ആർട്ടിക്കിൾ 300A ആട്ടോ. ആർട്ടിക്കിൾ 300A ആണ് നിലവിൽ സ്വത്തവകാശത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിള്. 44 ചോദ്യം, മതം, ജാതി, വർഗം, ലിംഗം, ജന്മസ്ഥലം. മതം, ജാതി, വർഗം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ്, ആർട്ടിക്കിൾ 15 ആണ്. വകുപ്പ് 15 ആണ്. 45 ചോദ്യം, 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ഡി ആണ്, 19 കേട്ടോ. 19 ആർട്ടിക്കിൾ 19 എന്ത് ചെയ്യുന്നത്? 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഏതൊക്കെയാ 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ? 1 അഭിപ്രായ സ്വാതന്ത്ര്യം, 2 ആയുധങ്ങളില്ലാതെ സമാധാനപരമായിട്ട് സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, 3 സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, 4 സഞ്ചാര സ്വാതന്ത്ര്യം, 5 ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, 6 മാന്യമായ ഏത് തൊഴിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. അങ്ങനെ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ അനുച്ഛേദം ചോദിച്ചാൽ ഏതാ? ആർട്ടിക്കിൾ 19 ആണ്. ഇനി പരോക്ഷമായിക്കൊണ്ട് പത്രസ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ചോദിച്ചാലും ഏത് എഴുതണം നമ്മൾ? അതും 19 എഴുതണം കേട്ടോ. അതും 19 ആണ്. പരോക്ഷമായിട്ട് പത്രസ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ അനുച്ഛേദം ചോദിച്ചാൽ ഏതാ? ആർട്ടിക്കിൾ 19 ആണ്. ഇനി മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ് ഏതാ? ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17. എന്താ പ്രത്യേകത? തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്ന വകുപ്പാണ് ഏത്? അനുച്ഛേദം 17. ആർട്ടിക്കിൾ 17. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പാണ് ഏതെന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 17. അതുപോലെ ഐറ്റ് നിർമ്മാർജ്ജനത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഏത്? ആർട്ടിക്കിൾ 17. 48 ചോദ്യം, മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ അധികാരമുള്ളത് ആർക്കാണ്? മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ അവകാശമുള്ളത് ആർക്കാന്ന് ചോദിച്ചാൽ ആർക്കായിരിക്കും? ഇന്ത്യൻ പാർലമെന്റിനാണ്. ഇന്ത്യൻ പാർലമെന്റിനാണ്. 49 പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ചത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ്? ഏത് അനുച്ഛേദ പ്രകാരമാണ് എന്ന് ചോദിച്ചാൽ ഏതാ? ആർട്ടിക്കിൾ 21 ആണ്. ആർട്ടിക്കിൾ 21 ആണ്. ഒത്തിരി പഠിക്കാനുള്ള ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 21. അതായത് ഇന്റർനെറ്റ് ലഭ്യതക്കുള്ള അവകാശം മൗലികാവകാശം എന്നൊക്കെ കോടതി കണ്ടെത്തിയത് ആർട്ടിക്കിൾ 21 പ്രകാരമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇപ്പോൾ പറഞ്ഞല്ലോ കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച, അതായത് പൊതുസ്ഥലങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല? സിഗരറ്റ് വലിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പുകവലിക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതി പുറപ്പെടുവിച്ചതും ആർട്ടിക്കിൾ 21 പ്രകാരമാണ്. ഈ മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന അനുച്ഛേദം, മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്ന് അറിയപ്പെടുന്ന അനുച്ഛേദം, മൗലികാവകാശങ്ങളുടെ അടിത്തറയാണ് ഇത് ആർട്ടിക്കിൾ 21. ഇനി ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം, ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് ഇതെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ പോലും റദ്ദ് ചെയ്യാൻ പറ്റാത്ത മൗലികാവകാശമാണ് ഇത് ആർട്ടിക്കിൾ 20ഉം 21 അല്ലേ. അതുപോലെ നമുക്ക് ഇഷ്ടയിലുള്ള, അതായത് ഇന്ത്യയിലെ ഒരു പൗരന് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകുന്ന അനുച്ഛേദം ചോദിച്ചാൽ ഏതാ? 21 തന്നെ കേട്ടോ. അതായത് നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ എന്ത് ചെയ്യാം? വിവാഹം ചെയ്യാം എന്ന് അതിനുള്ളൊരു സ്വാതന്ത്ര്യം നൽകുന്ന, അല്ലെങ്കിൽ അതിനുള്ളൊരു അവകാശം നൽകുന്ന അനുച്ഛേദം ചോദിച്ചാൽ ഏത് തന്നെയാണ്? ആർട്ടിക്കിൾ 21 ആണ്. ഇനി 52 ചോദ്യം, സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏതാണ്? സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന
വകുപ്പ് ചോദിച്ചാൽ ഏതാ? ആർട്ടിക്കിൾ 15 ആട്ടോ. ആർട്ടിക്കിൾ 15 സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന ഭരണഘടനയിലെ വകുപ്പാണ് ഏത്? വകുപ്പ് 15. ഇനി 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയിട്ട് മാറ്റിയ ഭരണഘടനയിലെ അനുച്ഛേദം ചോദിച്ചാൽ ഏതാ? 21A ആണ്. ആർട്ടിക്കിൾ 21A ആണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയ ഭരണഘടനയിലെ അനുച്ഛേദമാണ് ഇത്? ആർട്ടിക്കിൾ 21. ഇനി വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ചോദിച്ചാൽ ഏതാ? അത് 86ാമത്തെ ഭേദഗതി പ്രകാരമാണ്. 86ാമത്തെ ഭേദഗതി പ്രകാരമാണ്. ഇനി ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ചോദിച്ചാലും ഏതെഴുതണം നമ്മൾ? ആർട്ടിക്കിൾ 22 എഴുതണം. ആർട്ടിക്കിൾ 22 എഴുതണം. ഒരാളെ അറസ്റ്റ് ചെയ്തിട്ട് 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം എന്ന് അനുശാസിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദമാണ് ഏത്? ആർട്ടിക്കിൾ 22. കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ്, കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ് ചോദിച്ചാലും ഏത് തന്നെയാണ്? ആർട്ടിക്കിൾ 22 ആണ്. ഇനി നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ്, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്ന വകുപ്പാണ് ഏത്? ആർട്ടിക്കിൾ 14. ഇനി 58ാമത്തെ ചോദ്യം, ഗവർണർ എന്ന പദവി ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് എവിടെ നിന്നാണ്? ഗവർണർ എന്ന പദവി ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാന്ന് ചോദിച്ചാൽ ഇവിടുന്ന് രാജ്യത്ത് നിന്നല്ല, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഉണ്ടല്ലോ അല്ലെ, അതിൽ നിന്നാണ് ഗവർണർ എന്ന പദവി ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത്. ഇനി ദ്വിമണ്ഡല സഭ എന്ന ആശയം ഭരണഘടന കടം കൊണ്ടത് ഏത് രാജ്യത്ത് നിന്നാണ്? ദ്വിമണ്ഡല സഭ എന്ന ആശയം കടം കൊണ്ടത് ബ്രിട്ടനിൽ നിന്നാണ്. ഓപ്ഷൻ സി ആണ്, ബ്രിട്ടനിൽ നിന്നാണ്. PSC റീസെന്റ് എക്സാമുകളിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. PYQ ആയിട്ടൊക്കെ പിന്നെ ഈ കടം കൊണ്ട സംഭവങ്ങളൊക്കെ എവിടെ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനി പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ്? പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ്? റഷ്യയിൽ നിന്നാണ് അല്ലെ. ഓപ്ഷൻ ഡി, റഷ്യയിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് ഏത് രാജ്യത്ത് നിന്നാണ്? ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, സൗത്ത് ആഫ്രിക്കയിൽ ലിഖിത ഭരണഘടനയാണോ അതോ അലിഖിത ഭരണഘടനയാണോ? നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് പറഞ്ഞതായിരുന്നു, ഇന്ന രാജ്യങ്ങളിൽ ലിഖിത ഭരണഘടന, ഇന്ന രാജ്യങ്ങളിൽ അലിഖിത ഭരണഘടന. സൗത്ത് ആഫ്രിക്കയിൽ ഏതാ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ നിങ്ങൾ. അവശിഷ്ട അധികാരം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് ഏത് രാജ്യത്ത് നിന്നാണ്? അവശിഷ്ട അധികാരം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് ഏത് രാജ്യത്ത് നിന്നാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ്, കാനഡയിൽ നിന്നാണ്. 63 കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം കടം കൊണ്ടത് ഏത് രാജ്യത്ത് നിന്നാണ്? കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് ഏത് രാജ്യത്ത് നിന്ന്? ഓപ്ഷൻ ഡി ആണ്, ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ. കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് ഏത് രാജ്യത്ത് നിന്ന്? ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഇനി സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് ഏത് രാജ്യത്ത് നിന്നാണ്? സ്റ്റേറ്റ് ലിസ്റ്റ്, ലിസ്റ്റ് എവിടുന്നാണ്? സ്റ്റേറ്റ് ലിസ്റ്റ് എവിടുന്ന? കാനഡയാണ്. ഓപ്ഷൻ എ ആണ്, കാനഡയാണ്. 65 സംയുക്ത സമ്മേളനം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് ഏത് രാജ്യത്ത് നിന്നാണ്? സംയുക്ത സമ്മേളനം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്ന? ഓപ്ഷൻ ബി ആണ്, ഓസ്ട്രേലിയ. 66 ലിഖിത ഭരണഘടന കടം കൊണ്ടത് ഏത് രാജ്യത്ത് നിന്നാണ്? ലിഖിത ഭരണഘടന എന്ന ആശയമാണെങ്കിൽ അത് എവിടെ നിന്നായിരുന്നു? ഇംഗ്ലണ്ടാണ്. ലിഖിത ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം ചോദിച്ചാൽ ഏതാ? അമേരിക്കയാണ്. അപ്പം ലിഖിത ഭരണഘടന എന്നത് കടം കൊണ്ടത് ഏത് രാജ്യത്ത് നിന്നെന്ന് ചോദിച്ചാൽ എവിടുന്ന? അപ്പോൾ അമേരിക്കയിൽ നിന്നാണ്. 67ാമത്തെ ചോദ്യം, രാഷ്ട്രത്തലവന് നാമമായ അധികാരം മാത്രം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിൽ കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? രാഷ്ട്രത്തലവന് നാമപരമായ അധികാരം മാത്രം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിൽ കടം കൊണ്ടത് ഏത് രാജ്യത്ത് നിന്നാണ്? എവിടെ നിന്നായിരുന്നു? ബ്രിട്ടനിൽ നിന്നാണ്. ഓപ്ഷൻ സി ആണ്, ബ്രിട്ടനിൽ നിന്നാണ്. 68ാമത്തെ ചോദ്യം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ ഇന്ത്യൻ ഭരണഘടനയിൽ കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്നത് കടം കൊണ്ടത് ഏത് രാജ്യത്ത് നിന്നാണ്? എവിടുന്ന? അമേരിക്കയിൽ നിന്നാണ്. ഓപ്ഷൻ സി ആണ്, അമേരിക്കയിൽ നിന്നാണ്. 69 ഇംപീച്ച്മെന്റ് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് ഏത് രാജ്യത്ത് നിന്നാണ്? ഇംപീച്ച്മെന്റ് എന്ന ആശയം കടം കൊണ്ടത് എവിടുന്ന? അമേരിക്ക. ഇംപീച്ച്മെന്റ് എവിടുന്ന? അമേരിക്കയിൽ നിന്നാണ്.
70ാമത്തെ ചോദ്യം, പ്രധാനമന്ത്രി എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് എവിടുന്നാണ്? പ്രധാനമന്ത്രി എവിടുന്ന? ബ്രിട്ടനാണ് കേട്ടോ, ബ്രിട്ടനാണ് പ്രധാനമന്ത്രി എവിടുന്ന? ബ്രിട്ടനാണ്. അതുപോലെ റിട്ടുകൾ എവിടുന്ന? റിട്ട് ഫ്രം ബ്രിട്ടൻ അല്ലെ, റിട്ടുകളും കടം കൊണ്ടത് എവിടുന്ന? ബ്രിട്ടനാണ്. ഇനി ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് എവിടുന്നാണ്? ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് ഏത് രാജ്യത്തു നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ് കേട്ടോ. ജുഡീഷ്യൽ റിവ്യൂ എവിടുന്ന? അമേരിക്കയിൽ നിന്നാണ്. ഇനി സുപ്രീം കോർട്ട് എന്ന ആശയത്തിന് ഇന്ത്യൻ ഭരണഘടന കടപ്പെട്ടിരിക്കുന്നത് ഏത് രാജ്യത്തോടാണ്? സുപ്രീം കോർട്ട് എവിടുന്ന? അമേരിക്ക കേട്ടോ. സുപ്രീം കോർട്ട് അമേരിക്ക. ഇനി പാർലമെന്റ് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിൽ കടം കൊണ്ടത് ഏത് രാജ്യത്തു നിന്നാണ്? പാർലമെന്റ് എന്ന ആശയം, പാർലമെന്റ് എവിടെയാ? പാർലമെന്റ് ബ്രിട്ടനാണ് അല്ലെ. ഓപ്ഷൻ എ ബ്രിട്ടനാണ്. പാർലമെന്റ് എവിടുന്ന? ബ്രിട്ടനാണ്. ഇനി ഇന്ത്യക്കൊരു വൈസ് പ്രസിഡന്റ് വേണം എന്ന ആശയം കടം കൊണ്ടത് ഏത് രാജ്യത്തു നിന്നാണ്? ഇന്ത്യക്ക് എന്ത് ചെയ്യണം? ഒരു വൈസ് പ്രസിഡന്റ് വേണം, ഉപരാഷ്ട്രപതി വേണം എന്ന് പറയുന്നത് എവിടുന്ന കടം കൊണ്ടത്? അമേരിക്കയിൽ നിന്നാണ്. 75ാമത്തെ ചോദ്യം, ഏത് രാജ്യത്ത് നിന്നാണ് രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രസിഡന്റ് എന്ന ആശയം കടം കൊണ്ടത് എവിടുന്നാണ്? പ്രസിഡന്റ് എവിടുന്ന കടം കൊണ്ടത്? അതും എവിടുന്ന് തന്നെയാണ്? അമേരിക്കയാണ്. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും എവിടുന്ന? അമേരിക്കയിൽ നിന്ന്. 76, റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് എവിടുന്നാണ്? റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് ഏത് രാജ്യത്ത് നിന്നാണ്? എവിടുന്ന? റിപ്പബ്ലിക് എന്ന ആശയം ഫ്രാൻസ് ആണ് അല്ലെ, ഫ്രാൻസ് ആണ്. 77ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് എവിടുന്നാണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എവിടുന്ന? ഫ്രാൻസിൽ നിന്ന് അല്ലെ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ കടം കൊണ്ടത് എവിടുന്ന? ഫ്രാൻസിൽ നിന്നാണ്. ഇനി ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ ആമുഖം എന്ന ആശയം കടം കൊണ്ടത് എവിടുന്നാണ്? ആമുഖം എവിടുന്ന? ആമുഖം അമേരിക്ക കേട്ടോ. ആമുഖം എവിടുന്ന? അമേരിക്കയാണ്, അമേരിക്കയിൽ നിന്നാണ്. ഇനി 79ാമത്തെ ചോദ്യം, സ്പീക്കർ എന്ന പദവി ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് എവിടുന്ന? സ്പീക്കർ എവിടുന്ന? സ്പീക്കർ ബ്രിട്ടൻ കേട്ടോ. സ്പീക്കർ എവിടെയാ? ബ്രിട്ടനായി. പാർലമെന്റ് എവിടുന്ന കടം കൊണ്ടത്? ബ്രിട്ടനാണ്. അപ്പോൾ പാർലമെന്റിലാണല്ലോ സ്പീക്കർ ഉള്ളത്, അപ്പോൾ സ്പീക്കർ എവിടുന്ന് തന്നെയാണ്? ബ്രിട്ടനിൽ നിന്നാണ്. ഇനി CAG, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന പദവി ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് രാജ്യത്ത് നിന്നാണ്? സ്വീകരിച്ചത്, ആ പദവി സ്വീകരിച്ച ഏത് രാജ്യത്ത് നിന്നാണ്? CAG, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എവിടുന്ന കടം കൊണ്ടത്? ബ്രിട്ടനിൽ നിന്നാണ്. 81, കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം നമ്മൾ ഓൾറെഡി പറഞ്ഞു, റിട്ട് ഫ്രം ബ്രിട്ടൻ ആണ്. 82, ഫെഡറൽ കോടതികൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് എവിടുന്നാണ്? ഫെഡറൽ കോടതികൾ എവിടുന്ന? അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആട്ടോ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. സുപ്രീം കോർട്ട് എവിടുന്നായിരുന്നു? അത് അമേരിക്ക. ഫെഡറൽ കോടതികളാണെങ്കിൽ എവിടുന്ന? അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് കേട്ടോ. വ്യത്യസ്തം പഠിച്ചു വെക്കണേ. ഇനി 83, ഭരണഘടനയുടെ താക്കോല്, ആത്മാവ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചതാരാണ്? ഭരണഘടനയുടെ താക്കോല് അല്ലെങ്കിൽ ആത്മാവ് എന്നൊക്കെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരായിരുന്നു? അത് ജവഹർലാൽ നെഹ്റു ആട്ടോ. ആരാ? ജവഹർലാൽ നെഹ്റു ആണ്. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസ് ഏതാ? ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസ് ചോദിച്ചാൽ ഏതാ? കേശവാനന്ദ ഭാരതി കേസാണ് അല്ലെ. കേശവാനന്ദ ഭാരതി കേസാണ്. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസോ? അത് ബെറുബാരി കേസ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ബെറുബാരി കേസ്. ആദ്യം നടക്കുന്നത് ബെറുബാരി കേസാണ്. ആദ്യം സുപ്രീം കോടതി പറഞ്ഞു എന്തോ ഭരണഘടനയുടെ ഭാഗമല്ല. അതിനുശേഷം നടന്ന കേസാണ് ഏത്? നമ്മുടെ കേശവാനന്ദ ഭാരതി കേസ്. അതിലെന്ത് പറഞ്ഞു? ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് ആമുഖം എന്ന് പ്രഖ്യാപിച്ചു. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി ചോദിച്ചാൽ ഏത്? ഓപ്ഷൻ എ ആണ് 1949 നവംബർ 26 ആണ്. 1949 നവംബർ 26. ആമുഖം ഭേദഗതി ചെയ്യുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ആമുഖം ഭേദഗതി ചെയ്യുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധിയാണ്. ഇനി ആമുഖം ഭേദഗതി ചെയ്യുന്ന സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാം? ആമുഖം ഭേദഗതി ചെയ്യുന്ന സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതി ചോദിച്ചാൽ ആരാം? അത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് കേട്ടോ. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഇന്ത്യയുടെ ഭരണഘടനയിലെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാ? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അല്ലെ. നാം ഭാരതത്തിലെ ജനങ്ങൾ എന്നാണ്. നാം ഭാരതത്തിലെ ജനങ്ങൾ എന്നാണ്. 90ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വന്നത് 1950 ജനുവരി 26 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടനയുടെ
ആമുഖം നിലവിൽ വന്നതെന്ന 1950 ജനുവരി 26. ഇനി ആമുഖത്തിലെ സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ചതാരാണ്? ആമുഖത്തിലെ സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ചതാരായിരുന്നു? ഡോക്ടർ ബി ആർ അംബേദ്കർ. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നറിയപ്പെടുന്ന ഏതാ? ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നറിയപ്പെടുന്നത് ഏതാ? ഓപ്ഷൻ സി ആണ്, ആമുഖമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവായിട്ട് വിശേഷിപ്പിക്കുന്നത് ചോദിച്ചാലും ഇത് തന്നെയാണ്, ആമുഖം. ആത്മാവ് ആമുഖം. 94ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ്, ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാ? നെഹ്റു ആണ്. ഇനി 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം എത്ര വിഷയങ്ങളെയാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്? 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം എത്ര വിഷയങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത് എന്ന് ചോദിച്ചാൽ എത്ര വിഷയങ്ങളാ? 5 ആണ് കേട്ടോ. എത്രയാ? 5 വിഷയങ്ങളാണ്. ഓപ്ഷൻ ബി 5 വിഷയങ്ങളാണ്. ഇനി 96ാമത്തെ ചോദ്യം, സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള 5 വിഷയങ്ങളെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാ? നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ഇട്ടു മാത്രം കേട്ടോ. സെയിം ക്വസ്റ്റ്യൻ ആണത്. സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള 5 വിഷയങ്ങളെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ ഭരണഘടനാ ഭേദഗതി ചോദിച്ചാൽ ഏതാ? 42ാം ഭേദഗതിയാണ്. എന്നാൽ 97ാമത്തെ ചോദ്യം, ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏതാണ്? ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ്, ആർട്ടിക്കിൾ 246 ആണ്. ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പാണ് വകുപ്പ് 246. ഇനി ഭരണഘടനയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ലിസ്റ്റുകളുടെ എണ്ണം ചോദിച്ചാൽ എത്ര ലിസ്റ്റുകളാണ് നമ്മൾ ഭരണഘടനയിലുള്ളത്? 3 ലിസ്റ്റ് കേട്ടോ. സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അങ്ങനെ 3 ലിസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ പട്ടിക ഏതാണ്? ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ പട്ടിക ചോദിച്ചാൽ ഏതാ? 7ാമത്തെ കേട്ടോ. പട്ടിക 7 ആണ്. ഇനി 100ാമത്തെ ചോദ്യം, ഭരണഘടനയുടെ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യാനുള്ള അധികാരം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഭരണഘടനയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യാനുള്ള അധികാരം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഓപ്ഷൻ ഡി ആണ്, അവശിഷ്ട അധികാരമാണ് കേട്ടോ. അവശിഷ്ട അധികാരം. 101ാമത്തെ ചോദ്യം, 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയിട്ട് മാറ്റിയ ഭരണഘടനയിലെ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, 86ാം ഭേദഗതിയാണ്. 102ാമത്തെ ചോദ്യം, 11ാമത് മൗലിക കടമ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 11ാമത് മൗലിക കടമ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻ ബി ആണ്, 86ാം ഭേദഗതിയിലൂടെയാട്ടോ. ഓപ്ഷൻ ബി 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. 103ാമത്തെ ചോദ്യം, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ചെറു ഭരണഘടനാ ഭേദഗതി എന്നൊക്കെ അറിയപ്പെടുന്ന ഭേദഗതി ഏതാ? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതായിരുന്നു? 42ാം ഭേദഗതിയാണ്. 104ാമത്തെ ചോദ്യം, 42ാം ഭരണഘടനാ ഭേദഗതി വരുത്തിയത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? 42ാം ഭരണഘടനാ ഭേദഗതി വരുത്തിയത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? സ്വരൺ സിംഗ് കമ്മിറ്റി അല്ലെ, നമ്മൾ പഠിച്ചതാണ് ഇതൊക്കെ. സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. 105, ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ക്യാബിനറ്റ് എന്ന പദം ആർട്ടിക്കിൾ 352 കൂട്ടിച്ചേർത്തത്? ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ക്യാബിനറ്റ് എന്ന പദം ആർട്ടിക്കിൾ 352 കൂട്ടിച്ചേർത്തെന്ന് ചോദിച്ചാൽ 44ാം ഭേദഗതി പ്രകാരമാട്ടോ. 44ാം ഭേദഗതി പ്രകാരമാണ്. 106, കൂറുമാറ്റ നിരോധന നിയമം വഴി അയോഗ്യനാക്കപ്പെടുന്ന പ്രതിനിധികളെ അയോഗ്യതയുടെ കാലാവധി അവസാനിക്കുന്നതുവരെ മന്ത്രിയായിട്ട് നിയമിക്കാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനയിലെ ഭേദഗതി ഏതാണ്? കൂറുമാറ്റ നിരോധന നിയമം വഴി അയോഗ്യനാക്കപ്പെടുന്ന പ്രതിനിധികളെ അയോഗ്യതയുടെ കാലാവധി അവസാനിക്കുന്നതുവരെ മന്ത്രിയായിട്ട് നിയമിക്കാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ്, 91ാം ഭേദഗതിയാണ്.
ഇനി കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരുടെ എണ്ണം അധോസഭയുടെ 15% കൂടാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ഏതാണ്? കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരുടെ എണ്ണം അധോസഭയുടെ 15% കൂടാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ചോദിച്ചാൽ ഏതാ? 91-ാം ഭേദഗതിയാണ്. 108-ാമത്തെ ചോദ്യം, അടിയന്തരാവസ്ഥ സമയത്ത് പോലും ആർട്ടിക്കിൾ 20, 21 എന്നിവ റദ്ദാക്കാൻ കഴിയില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനയിലെ ഭേദഗതി ഏതാണ്? അടിയന്തരാവസ്ഥ നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു അല്ലേ? അടിയന്തരാവസ്ഥ കാലത്ത് റദ്ദ് ചെയ്യാൻ പറ്റാത്ത 2 ആർട്ടിക്കിളാണ് 20ഉം 21ഉം. ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല, റദ്ദ് ചെയ്യാൻ കഴിയില്ല എന്ന് ഒരു ഭേദഗതിയിലൂടെ കൊണ്ടുവന്നതാണ്. അത് ഏത് ഭേദഗതിയിലൂടെയാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ്, 44-ാം ഭേദഗതിയിലൂടെയാണ്. 109-ാമത്തെ ചോദ്യം, 73-ാം ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത പട്ടിക ഏതാണ്? 73-ാം ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത പട്ടിക എന്താ? 73-ാം ഭേദഗതി നമുക്കറിയാം, പഞ്ചായത്ത് രാജ് അല്ലെ? പഞ്ചായത്ത് രാജ് കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് 73-ാം ഭേദഗതി എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അതിന്റെ പ്രകാരം കൂട്ടിച്ചേർത്ത പട്ടിക, അതായത് പഞ്ചായത്ത് രാജിനെ കുറിച്ച് പറയുന്ന പട്ടിക ചോദിച്ചാൽ ഏത് പട്ടികയായിരിക്കും? അത് 11. ഓപ്ഷൻ സി ആണ്, 11. ഇനി നഗരപാലിക നിയമം എന്നറിയപ്പെടുന്ന ഭേദഗതി, നഗരപാലിക നിയമം എന്നറിയപ്പെടുന്ന ഭേദഗതി ഏതാ? 74 അല്ലെ? 74. 73ഉം 74ഉം ആണ് പഞ്ചായത്ത് രാജും നഗരപാലികയും. 73 പഞ്ചായത്ത് രാജാണ്, 74 നഗരപാലികയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അതാ തന്നെയായിരുന്നു, പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകുന്ന ഭരണഘടനാ ഭേദഗതി ഏതാ? 73-ാം ഭരണഘടനാ ഭേദഗതി. അപ്പോൾ 73 പഞ്ചായത്ത് രാജാണ്, 74 നഗരപാലിക. എന്തായാലും പഠിച്ചു വെച്ചോ, ചോദിക്കും. 112-ാമത്തെ ചോദ്യം, പാർലമെന്റ്, സംസ്ഥാന നിയമസഭാംഗങ്ങൾ എന്നിവരുടെ അയോഗ്യതയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? പാർലമെന്റ്, സംസ്ഥാന നിയമസഭാംഗങ്ങൾ എന്നിവരുടെ അയോഗ്യതയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭേദഗതി ചോദിച്ചാൽ ഏതെഴുതും നമ്മൾ? 52-ാം ഭേദഗതി എഴുതണേ, 52-ാം ഭേദഗതി. 113-ാമത്തെ ചോദ്യം, 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വകുപ്പ് ഏതാണ്? ഇതും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാ. ഏതാ? സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത ഭേദഗതിയാണ് 44-ാം ഭേദഗതി. 1978-ലാണ് അതുപ്രകാരം കൂട്ടിച്ചേർത്ത ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 300A. 114-ാമത്തെ ചോദ്യം, GST ബില്ല് നിലവിൽ വന്നത് എന്നാണ്? GST നിലവിൽ വന്ന വർഷം, GST നിലവിൽ വന്ന വർഷം ഇനിയും ചോദിക്കാം, 2017 ജൂലൈ 1-നാട്ടോ. 2017 ജൂലൈ 1-നാണ് GST നിലവിൽ വരുന്നത്. ഇനി ഇന്ത്യ ബംഗ്ലാദേശ് പ്രദേശ കൈമാറ്റം നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഇന്ത്യ ബംഗ്ലാദേശ് പ്രദേശ കൈമാറ്റം നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി ചോദിച്ചാൽ ഏതാ? 100-ാം ഭരണഘടനാ ഭേദഗതിയാണ്. 16-ാമത്തെ ചോദ്യം, സ്ത്രീകൾക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണം എന്ന് അനുശാസിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏതാ? ആർട്ടിക്കിൾ 39D ആണ് അല്ലെ? 39D ആണ്, 39D ആണ് സ്ത്രീകൾക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണമെന്ന് അനുശാസിക്കുന്ന വകുപ്പ്. 117-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരായിരുന്നു? ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരായിരുന്നു? ജയന്തി പട്നായിക്. ഓപ്ഷൻ ഡി, ജയന്തി പട്നായിക് ആയിരുന്നു. 118, ട്രാൻസ്ജെൻഡേഴ്സിന് തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റ് നൽകാൻ ആർക്കാണ് യോഗ്യത? ട്രാൻസ്ജെൻഡേഴ്സിന് തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റ് നൽകാൻ ആർക്കാണ് യോഗ്യത? ജില്ലാ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ജില്ലാ കളക്ടർ ആണ്. 119, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അനുച്ഛേദം 51A-യിലാണ് നമ്മൾ പഠിച്ചതാണ്. 120-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നതെന്നാണ്? ഇന്ത്യൻ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാ? നവംബർ 26 അല്ലെ? നവംബർ 26 ഇന്ത്യൻ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്. 121-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്? ആമുഖവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് 3 പ്രസ്താവന തന്നിട്ടുണ്ട്. ഇത് ഏതൊക്കെയാ ശരി എന്നുള്ളത് കണ്ടുപിടിക്കുക. 1, 42-ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, ഇന്റഗ്രിറ്റി എന്നീ 4 പുതിയ വാക്കുകൾ കൂട്ടിച്ചേർത്തു. ഏതൊക്കെയാ? സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, ഇന്റഗ്രിറ്റി എന്നീ 4 പുതിയ വാക്കുകൾ കൂട്ടിച്ചേർത്തു. രണ്ടാമത്തത്, ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം അടിസ്ഥാനമാക്കിയുള്ളതാണ് ആമുഖം.
ഭരണഘടനയുടെ അടിസ്ഥാന ഘടന നശിപ്പിക്കാതെ പാർലമെന്റിന് ആമുഖം ഭേദഗതി ചെയ്യാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. അപ്പൊ ഈ 3 പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കണം. ഏതൊക്കെയായിരിക്കും ശരിയായിട്ടുള്ളത്? ഒന്നാമത്തെ പ്രസ്താവന എന്ന് വായിച്ചു നോക്കിയേ. 42ാം ഭരണഘടനാ ഭേദഗതി. നമുക്കറിയാം ആമുഖത്തിൽ ഒരേ ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അത് 42ാം ഭേദഗതിയിലൂടെയാണ് 1976. 42ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, ഇന്റഗ്രിറ്റി എന്നീ 4 പുതിയ പദങ്ങൾ, വാക്കുകൾ കൂട്ടിച്ചേർത്തു. തെറ്റാണ് അല്ലെ? ഏതൊക്കെയായിരുന്നു? 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തിയിട്ട് സോഷ്യലിസ്റ്റ്, സെക്യുലർ, അതേപോലെ ഇന്റഗ്രിറ്റി. സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി എന്നീ 3 വാക്കുകളാണ് കൂട്ടിച്ചേർത്തത്. ഡെമോക്രാറ്റിക് ഇല്ല കേട്ടോ. ഏതൊക്കെയാ? സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി എന്നീ 4 വാക്കുകളല്ല, 3 വാക്കുകളാണ് കൂട്ടിച്ചേർത്തത്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. രണ്ടാമത്തത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം അടിസ്ഥാനമാക്കിയാണ് ആമുഖം. ശരിയാണ്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടന നശിപ്പിക്കാതെ പാർലമെന്റ് എന്ത് ചെയ്യാൻ പറ്റും? ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതില് ശരിയായിട്ടുള്ള ഏതൊക്കെയുള്ളൂ? 2ഉം 3ഉമാണ് ഇതിലെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 122ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് ശരിയായത്? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം. 3 പ്രസ്താവന ഉണ്ട് ഇതിൽ. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ 6 വർഷത്തെ കാലാവധിയോ അല്ലെങ്കിൽ 62 വയസ്സ് തികയുന്നത് വരെയോ ഏതാണോ നേരത്തെയാകുന്നത് അതാണ് അവരുടെ കാലാവധി എന്ന് പറയുന്നത്. ഇത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചല്ലേ ചോദിച്ചല്ലേ. രണ്ടാമത്തത്, പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. മൂന്നാമത്തത്, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കും മറ്റു തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കും തുല്യ അധികാരവും തുല്യ ശമ്പളവും ലഭിക്കുന്നതാണ്. അപ്പോൾ 3 പ്രസ്താവനയുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകളെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൽ ഏതൊക്കെയാ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ഒന്നാമത്തെ എന്താ? തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ 6 വർഷത്തെ കാലാവധിയോ അല്ലെങ്കിൽ 62 വയസ്സ് തികയുന്നത് വരെയാണ് ഏതാണോ നേരത്തെയാകുന്നത് അതാ. എന്താണ്? തെറ്റല്ലേ? തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ കാലാവധി എത്രയാ? അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ കാലാവധി പറഞ്ഞു കഴിഞ്ഞാൽ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് നമ്മുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേട്ടോ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. അത് സ്റ്റേറ്റ് ആണെങ്കിൽ എത്രയാ? 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. എങ്ങനെയാണെങ്കിൽ ഇത് തെറ്റാ അല്ലേ? എന്താ? വയസ്സ് എന്തായാലും തെറ്റാണ്. അപ്പൊ രണ്ടും വയസ്സ് സെയിം ആണ്. 65 വയസ്സ് തന്നെയാണ്. സംസ്ഥാനത്താണെങ്കിൽ 5 വർഷമാണ്, മുകളിലാണെങ്കിൽ 6 വർഷമാണ്. അപ്പോൾ ഒന്നാമത്തെ തെറ്റാണ്. രണ്ടാമത്തത്, പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നുള്ളത് എന്താണ്? ശരിയാണ്. മൂന്നാമത്തത്, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കും തെരഞ്ഞെടുപ്പ് എല്ലാവർക്കും എന്താണ്? തുല്യ അധികാരവും തുല്യ ശമ്പളവുമാണ് ലഭിക്കുന്നത്. അപ്പൊ 2ഉം 3ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. ഒന്നാമത്തത് തെറ്റാണ്. 123 ഇന്ത്യൻ ഭരണഘടനയിൽ മത സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ മത സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ചോദിച്ചാൽ ഏതാ? അനുച്ഛേദം 25 മുതൽ 28 വരെ അല്ല 25 മുതൽ 28 വരെ. ഇത് നോക്കി വെക്കണം നിങ്ങൾ. കാരണം റീസെന്റ് എക്സാമ്പിളിലേക്ക് ഈ മത സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളുകൾ ചോദിക്കുന്നുണ്ട്. 124 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? അതായത് 3 വട്ടമേശ സമ്മേളനം പങ്കെടുത്ത വ്യക്തി ആരായിരുന്നു? BR അംബേദ്കർ ആണ്. 125 PSC മെമ്പറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? എന്താ പറഞ്ഞേ? PSC മെമ്പറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാ? പബ്ലിക് സർവീസ് കമ്മീഷന് അംഗങ്ങളെ നീക്കം ചെയ്യാൻ അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ? രാഷ്ട്രപതിക്ക് മാത്രമേ ഉള്ളൂ അല്ലെ? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാട്ടോ. സംസ്ഥാന PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന PSCയുടെ അംഗസംഖ്യ നിശ്ചയിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന PSC ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് നൽകുന്നതും ഗവർണർക്കാണ്. പക്ഷേ സംസ്ഥാന PSC ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യാനാണെങ്കിൽ ആരാ? അത് പ്രസിഡന്റിന് മാത്രമേ കഴിയുകയുള്ളൂ. സംസ്ഥാന PSC അംഗങ്ങളുടെ കാലാവധി ഓർത്തു നോക്കുക. 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ് കേട്ടോ. 62 വയസ്സാണ്. അതുപോലെ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാ? 1936. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷനായ വർഷം ഏതാ? 1956 കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? VK വേലായുധൻ അല്ലെ. നിലവിലെ PSCയുടെ ചെയർമാൻ ആരാ? നിലവില്
അറിയുന്ന ആളുകൾ ഒന്ന് കമന്റ് ചെയ്യോ. അത് നിലവിലെ സംസ്ഥാന PSCയുടെ ചെയർമാൻ ആരാം? 126 മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടം കൊണ്ടത്? എവിടുന്നാ കടം കൊണ്ടത്? ഇന്ത്യൻ ഭരണഘടന എവിടുന്നാ കടം കൊണ്ടത്? സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യയിൽ നിന്നാണ് മൗലിക കടമകൾ കടം കൊണ്ടത്. ഇനി അടുത്തത് 127ാമത്തെ ചോദ്യം. രാജ്യസഭ വൈസ് ചെയർമാൻ ഉണ്ടായിരിക്കേണ്ട പ്രായം എത്രയാ? രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായം എത്രയാ? 30 വയസ്സ് അല്ലെ. 30 വയസ്സിന്റെ എന്ത് ചെയ്യാൻ പറ്റും? രാജ്യസഭ വൈസ് ചെയർമാൻ ആകും. ഓർത്തു നോക്കുക, രാജ്യസഭ അംഗങ്ങൾക്കിടയിൽ നിന്നാണ് വൈസ് ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത്. രാജ്യസഭ അംഗമാകാൻ എത്ര വയസ്സ് മതി? 30 വയസ്സ് മതി അല്ലെ. ലോക്സഭയിൽ അംഗമാകാൻ ചോദിക്കുന്നത് എത്രയാ? ലോക്സഭയിൽ അംഗമാകാൻ 25 വയസ്സ്, രാജ്യസഭയിൽ അംഗമാകാൻ 30 വയസ്സ്, ഗവർണറാകാൻ 35 വയസ്സ്, ഉപരാഷ്ട്രപതിയാകാൻ 35 വയസ്സ്, രാഷ്ട്രപതിയാകാൻ 35 വയസ്സ്. ഇനി സംസ്ഥാന നിയമസഭയിൽ അംഗമാകാൻ എത്രയാ? 25 വയസ്സ്. സംസ്ഥാന നിയമസഭയിൽ അംഗമാകാൻ 25 വയസ്സ്. പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയിട്ട് വേണ്ട കുറഞ്ഞ പ്രായം ചോദിച്ചാൽ എത്രയാ? അതും 25 വയസ്സ്. മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം ചോദിച്ചാൽ എത്രയാ? 25 വയസ്സ്. ഇനി നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലൊക്കെ മത്സരിക്കാൻ എത്ര വയസ്സ് മതി? 21 വയസ്സ് മതി അല്ലെ. 21 വയസ്സ് മതിയാകും. ഓർത്തു നോക്കുക, രാജ്യസഭ അംഗമാകാൻ 30 വയസ്സാണ് വേണ്ടത്. അപ്പോൾ രാജ്യസഭ വൈസ് ചെയർമാനെ ആകേണ്ട പ്രായം എത്ര തന്നെയാ? 30 വരിക. കാരണം എന്താ? രാജ്യസഭ അംഗങ്ങൾക്കിടയിൽ നിന്നാണ് രാജ്യസഭ വൈസ് ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ രാജ്യസഭ ചെയർമാനാണ് ചോദിക്കുന്നതെങ്കിൽ എത്രയാ? അത് 35 വയസ്സാണ്. 128ാമത്തെ ചോദ്യം. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആൾ ആരാ? തന്നിരിക്കുന്നതിൽ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആൾ ആരാ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് അല്ലെ. അപ്പൊ അംഗങ്ങളാണ് ആണൊക്കെ ഡോക്ടർ BR അംബേദ്കർ, KM മുൻഷി, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗസംഖ്യയാണ് ചോദിക്കുന്നതെങ്കിൽ ഇത്ര 7 പേര്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗസംഖ്യ 7 പേരാണ്. ഒന്ന് ഡോക്ടർ BR അംബേദ്കർ, അദ്ദേഹം തന്നെയായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അല്ലെ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ചോദിച്ചാൽ ആരാ? BR അംബേദ്കർ ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന രൂപീകൃതമായത് 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകൃതമാകുന്നത്. അംഗസംഖ്യ 7 ആണ്. ആരൊക്കെയാ? ഡോക്ടർ BR അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, DP ഗെയ്ത്താൻ, BL മിത്തൽ. ഒന്നുകൂടി പറയാം. BR അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, DP ഗെയ്ത്താൻ, BL മിത്തൽ. ഇവരാണ് എന്ത്? ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ. 129ാമത്തെ ചോദ്യം. നമ്മുടെ മൗലികാവകാശങ്ങളിലെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് താഴെ പറയുന്ന പ്രസ്താവന ആരുടേതാണ്? ഈ പ്രസ്താവന ആരുടേതാന്ന് പറഞ്ഞാൽ മതി. ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തെ ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്തിൽ അധിഷ്ഠിതമല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ്. ഇത് ആരുടെ വാക്കുകളാണ്? ആരുടെ വാക്കാ ഇത്? ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കാട്ടോ. നെഹ്റു പറഞ്ഞ വാക്കാണ് ഇത്. 130ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രസ്താവനകൾ തെറ്റായ പ്രസ്താവന ഏതാന്ന് കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന. ഒന്നാമത്തെ പ്രസ്താവന എന്താ? മഹാത്മാഗാന്ധി, മുഹമ്മദ് അലി ജിന്ന എന്നിവർ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളായിരുന്നു. തെറ്റാണ്. മഹാത്മാഗാന്ധി ഒന്നും എന്തില്ലായിരുന്നു? ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായിരുന്നില്ല. HC മുഖർജി നിർമ്മാണ സഭയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. HC മുഖർജി ഭരണഘടനാ നിർമ്മാണ സഭയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു അല്ലെ. ശരിയാണ്. മൂന്നാമത്തത്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം മുസ്ലിം ലീഗ് ബഹിഷ്കരിച്ചു. ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത് 1950 ജനുവരി 24 അതും നമ്മൾ പറഞ്ഞതാണ്. അന്നാണ് എല്ലാവരും ഒപ്പിട്ടതെന്നൊക്കെ പറഞ്ഞാൽ ആ ഡേറ്റ് ഒക്കെ ഓർത്ത് പറഞ്ഞതാണ് നമ്മൾ. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ളത് ഏത് മാത്രമേ ഉള്ളൂ? ഒന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. തെറ്റേതാ? ഒന്ന് മാത്രമേ ഉള്ളൂ. ഇനി 131ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇതൊക്കെ റീസെന്റ് ആയിട്ട് എക്സാമുകളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഭാഗം 20 ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഭാഗം 20 ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ശരിയാണ്.
ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടതാണ്, ശരിയാണ്. ഭരണഘടനാ ഭേദഗതിയുടെ ബില്ല് ആദ്യം അവതരിപ്പിക്കേണ്ടത് ലോക്സഭയിലാണ്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഭരണഘടനാ ഭേദഗതി എവിടെയും നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. പക്ഷേ മണി ബില്ല് എവിടെ മാത്രമേ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ? ലോക്സഭയിൽ മാത്രമേ ആദ്യമായിട്ട് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഭരണഘടനാ ഭേദഗതി ബില്ല് നമുക്ക് രാജ്യസഭയിലും അവതരിപ്പിക്കാം, ലോക്സഭയിലും അവതരിപ്പിക്കാം. അപ്പോൾ അത് തെറ്റാണ്. നാലാമത്തെ എന്താ? ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ പാർലമെന്റിന് അധികാരമില്ല കേട്ടോ. അപ്പോൾ തെറ്റായത് ഒന്ന് മാത്രമേ ഉള്ളൂ. ഏത് മാത്രമേ ഉള്ളൂ? സി മാത്രമേ ഉള്ളൂ. എയും ബിയും ഡിയും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. 132ാമത്തെ ചോദ്യം, മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ഏതാണ്? മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം 4A ആണ്. 4A ആണ്. 133ാമത്തെ ചോദ്യം, മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? തന്നിരിക്കുന്നതിൽ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ചൂഷണത്തിനെതിരെയുള്ള അവകാശം മൗലിക അവകാശമാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മൗലിക അവകാശമാണ്. സ്വത്തവകാശം മൗലിക അവകാശമല്ല. സാമ്പത്തിക സമത്വത്തിനുള്ള അവകാശവും മൗലിക അവകാശമല്ല. അപ്പം 2ഉം 3ഉമാണ് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്. 3ഉം 4ഉം. 134 ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ ആരാണ്? ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ ആരാ? ഓം ബിർളയാണ് അല്ലേ. ഈ വർഷം ആദ്യമായിട്ട് എന്ത് ചെയ്തു? ലോക്സഭാ സ്പീക്കറിലേക്ക് മത്സരം നടന്നു. ഓം ബിർളയ്ക്ക് എതിരായിട്ട് മത്സരിച്ചത് മലയാളിയായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷാണ്. അതുകൂടി ഓർത്തു വെച്ചു കേട്ടോ. 135ാമത്തെ ചോദ്യം, ഏത് ഭരണഘടനാ ഭേദഗതിയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ളിൽ ട്രിബ്യൂണലുകൾ സ്ഥാപിക്കാനുള്ള വ്യവസ്ഥ അവതരിപ്പിച്ചത്? ഏത് ഭരണഘടനാ ഭേദഗതിയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ളിൽ ട്രിബ്യൂണലുകൾ സ്ഥാപിക്കാനുള്ള വ്യവസ്ഥ അവതരിപ്പിച്ചത്? ഏതാ? ആർട്ടിക്കിൾ 42ാം ഭേദഗതി പ്രകാരം അല്ലെ. 42ാം ഭേദഗതി പ്രകാരമാണ്. 136 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി ചോദിച്ചാൽ ഏതാ? 42ാം ഭേദഗതി. 137ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. 138ാമത്തെ ചോദ്യം, സംസ്ഥാനങ്ങളിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാനങ്ങളിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണർമാരാണ്. 139 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായിട്ട് നിയമിക്കപ്പെട്ടത്. നിലവിൽ 16ാം ധനകാര്യ കമ്മീഷനാണ്. അതിന്റെ ചെയർമാൻ ചോദിച്ചാൽ അരവിന്ദ് പനഗിരിയയാണ്. 140 സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. താഴെ പറയുന്ന ഏത് ഭരണഘടനാ അനുച്ഛേദ പ്രകാരമാണ് ഇത് സ്ഥാപിതമായത്? സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ സ്ഥാപിതമായത് 243 അല്ലേ. 243 കെ ആക്ട് പ്രകാരമാണ്, സെക്ഷൻ പ്രകാരമാണ്, അല്ലെങ്കിൽ ആർട്ടിക്കിൾ പ്രകാരമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായത്. 141 ചുവടെ തന്നിരിക്കുന്നതിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന ഒന്ന് ഏകപൗരത്വം, ശരിയാണ്. രണ്ടാമത് അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക, ശരിയാണ്. ഇന്ത്യയുടെ അഖണ്ഡത ഊട്ടിയുറപ്പിക്കുക മൗലിക കടമയാണ്. അപ്പോൾ 1ഉം 2ഉമാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത്. 142 ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. 1 മൗലികാവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. അവകാശം അമേരിക്ക, ശരിയാണ്. നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ്, ശരിയാണ്. നിയമനിർമ്മാണ പ്രക്രിയ കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ്, അത് ശരിയാണോ? അത് തെറ്റാണ് അല്ലേ. അപ്പോൾ 1ഉം 2ഉം മാത്രമേ ഇതിൽ ശരിയായിട്ടുള്ളൂ. 143ാമത്തെ ചോദ്യം, ഏത് നിയമപ്രകാരമാണ് NHRC അതായത് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത്? ഏത് നിയമപ്രകാരമാണ്? ഓപ്ഷൻ ഡി ആണ്. 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരമാണ്. 144ാമത്തെ ചോദ്യം, താഴെ പറയുന്ന അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? തന്നിരിക്കുന്നതിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് രാഷ്ട്രീയ അവകാശങ്ങൾ? 1 ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുക എന്നുള്ളത് രാഷ്ട്രീയ അവകാശമാണ്. അതുപോലെ ഗവൺമെന്റിനെ വിമർശിക്കുക എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? വിമർശിക്കാനുള്ള അവകാശം എന്ന് പറയുന്ന രാഷ്ട്രീയ അവകാശമാണ്. ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനുള്ള അവകാശം നമ്മൾ നേരത്തെ പറഞ്ഞു. ആർട്ടിക്കിൾ 19 മൗലിക സ്വാതന്ത്ര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഇത്. ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനുള്ള അവകാശം അതെന്തല്ല, ഒരു രാഷ്ട്രീയ അവകാശമല്ല, അത് മൗലിക അവകാശമാണ്. ഇനി സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്താണ്? ഒരു രാഷ്ട്രീയ അവകാശമാണ്. അപ്പോൾ 1ഉം 2ഉം 4ഉമാണ് രാഷ്ട്രീയ അവകാശങ്ങൾ. ഉൾപ്പെടാത്തത് ഏത് മാത്രമേ ഉള്ളൂ? 3 മാത്രമാണ്.
145ാമത്തെ ചോദ്യം, ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെന്റിന് ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെന്റിന്റെ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? ഓപ്ഷൻ ഡി ആണ്, കാര്യനിർവഹണ വിഭാഗത്തിലാണ്. 146ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട് തെറ്റായ വസ്തുതകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നത് രാജ്യസഭയുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായത്. 1, രാജ്യസഭാ സ്പീക്കർ സ്ഥാനം ഉപരാഷ്ട്രപതി വഹിക്കുന്നു. ശരിയാണ്. രാജ്യസഭ സ്പീക്കർ അല്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ആരാ? ഉപരാഷ്ട്രപതി. രാജ്യസഭ ഒരു സ്ഥിരം സഭയല്ല. തെറ്റും. രാജ്യസഭ എന്താണ്? ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭാ അംഗങ്ങളെ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു. തെറ്റാണ്. രാജ്യസഭാ അംഗങ്ങളെ 6 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു. രാജ്യസഭ ജനങ്ങളുടെ പ്രതിനിധി സഭയാണ്. ലോക്സഭയാണ് എന്തെന്നറിയപ്പെടുന്നത്? ജനങ്ങളുടെ പ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത്. രാജ്യസഭയല്ല, ലോക്സഭയാണ്. ലോക് എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ ജനങ്ങൾ എന്ന, പീപ്പിൾ എന്നല്ലേ. അപ്പോൾ ഇതിൽ ശരിയായിരുന്നു. തെറ്റല്ലേ പറഞ്ഞേ? 2, 3, 4 എന്താണ് തെറ്റായിട്ടുള്ള പ്രസ്താവന? 1 മാത്രമേ ഇതിൽ ശരിയായിട്ടുള്ളൂ. 147ാമത്തെ ചോദ്യം, കൂടുതൽ അധികാരത്തോടു കൂടിയ കേന്ദ്ര ഗവൺമെന്റ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയാൽ സ്വാധീനത്താൽ രൂപപ്പെടുത്തിയ? അതായത് ഫെഡറൽ വ്യവസ്ഥ എവിടുന്ന ഇന്ത്യ കടമെടുത്തത്? ഫെഡറൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫെഡറൽ എവിടുന്ന കടമെടുത്തത്? കാനഡ അല്ലെ. കാനഡയിൽ നിന്നാണ് ഫെഡറൽ കടമെടുത്തത്. 148 താഴെ പറയുന്ന വനിതകൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് ആരാ? തന്നിരിക്കുന്നതിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് ആരാ? നമ്മൾ നേരത്തെ ഉൾപ്പെട്ട മലയാളി വനിതകൾ എന്ന് പറഞ്ഞിട്ട് 3 പേരെ പഠിച്ചായിരുന്നു. ആരൊക്കെയായിരുന്നു? ആനി അമ്മു വേലായുധൻ അല്ലെ. ആനി അമ്മു, ദാക്ഷായണി വേലായുധൻ. അപ്പൊ അതൊന്നും അല്ലാത്ത ഒരാൾ നോക്കി ഇവിടെ ആരാളുള്ളത്? അക്കാമ ചെറിയാൻ എന്തല്ല ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമൊന്നായിരുന്നില്ല അല്ലെ. അപ്പം മലയാളികളാണെന്ന് നമുക്കറിയാം. അപ്പം ബാക്കിയുള്ളവർ രേണുക റായിനിയും രാജകുമാരി അമൃത് കൗറിനും അറിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സുഖമായിട്ട് അക്കാമ ചെറിയാൻ ഓപ്ഷനിലുകൊണ്ട് എഴുതാം. പക്ഷെ ഏത് പഠിക്കണം? ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകൾ 3 പേരാണ് ഉണ്ടായിരുന്നത്. ആരൊക്കെയായിരുന്നു? ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. അപ്പോൾ ആനി അമ്മു ദാക്ഷായണി. അപ്പോൾ അക്കാമച്ചെറിയ നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ അതിൽ അംഗമല്ല. 149ാമത്തെ ചോദ്യം, ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായത് കേട്ടോ. ഭരണഘടനാ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന ഏതാണ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ എന്താ? സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്ന പദങ്ങൾ കൂട്ടിച്ചേർത്തു. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ക്വസ്റ്റ്യനാ, കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ശരിയാ. സമത്വം, സാഹോദര്യം എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. സമത്വം, സാഹോദര്യം എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. ശരിയാണോ? തെറ്റാണല്ലേ. അതില്ല കേട്ടോ. മൂന്നാമത്തെ അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്തു. ശരിയാണ്. അപ്പോൾ ഏതൊക്കെയാ ശരിയുള്ളൂ? 1, 3 മാത്രമേ ഇതിൽ ശരിയായിട്ടുള്ളൂ. ഓപ്ഷൻ സി ആണ്. 1, 3 ആണ്. 150ാമത്തെ ചോദ്യം, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെക്കുറിച്ച് പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏതാണ്? തന്നിരിക്കുന്നതിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാണെന്ന് കണ്ടെത്തണം. സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത അല്ലേ. ഏതാ? വനം എന്തല്ല സ്റ്റേറ്റിൽ ഉൾപ്പെട്ടതല്ല കേട്ടോ. നമുക്കറിയാം ആദ്യം സ്റ്റേറ്റിലായിരുന്നു, അതെന്ത് ചെയ്തു? പിന്നീട് കൺകറന്റിലേക്ക് മാറ്റിയ വിഷയമാണ് വനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എടുത്ത് ചോദിച്ചത് കേട്ടോ. ഇത് PYQ ആണ്. റീസെന്റ് ആയിട്ട് ഏത് എക്സാം ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പം സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ജസ്റ്റ് പഠിച്ചു വെക്കുക. കൃഷി, പൊതുജനാരോഗ്യം, വ്യാപാരം, വാണിജ്യം എന്താ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ്. 151 ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെയാണ്? ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെയാ? രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ. രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ. 152ാമത്തെ ചോദ്യം, സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ സംസ്ഥാനം. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുന്ന ആദ്യത്തെ സംസ്ഥാനം കേരളം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണ രംഗം കേരളമാണ് കേട്ടോ. സംസ്ഥാന പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാ? കേരളമാണ്. 153ാമത്തെ ചോദ്യം, ഭരണഘടനയിലെ 19ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് കണ്ടെത്തുക? ശരിയായ പ്രസ്താവനകൾ. ഒന്നാമത്തെ എന്താ? സഞ്ചാര സ്വാതന്ത്ര്യം. ഞാൻ 6 പറഞ്ഞതാണ്. സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നമ്മൾ അവിടെ പറഞ്ഞിട്ടില്ല. സംഘടന രൂപീകരിക്കാനുള്ള അവകാശവും പറഞ്ഞിട്ടുണ്ട്. 1, 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഏത് പ്രകാരം? ആർട്ടിക്കിൾ 19 പ്രകാരം. 154 ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ ഏതൊക്കെയാ? 1, അർദ്ധ ഫെഡറൽ വ്യവസ്ഥ. ഫെഡറൽ എവിടുന്ന? ഫെഡറൽ കാനഡ. തെറ്റ്. നമ്മൾ ബ്രിട്ടീഷിൽ നിന്ന് എടുത്തിട്ടില്ല. കേവല ഭൂരിപക്ഷം ബ്രിട്ടനാണ്. നിയമനിർമ്മാണ പ്രക്രിയയും ബ്രിട്ടനാണ്. 2, 3 ശരിയാണ്. ഓപ്ഷൻ സി ആണ് 2, 3.
155-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളിൽ ശരിയായത് ഏതൊക്കെയാണ്? ഇന്ത്യൻ ഭരണഘടന അമേരിക്കയിൽ നിന്ന് കടമെടുത്ത്. നിർദ്ദേശക തത്വങ്ങൾ അയർലാൻഡാണ്, നമുക്കറിയാം. അപ്പോൾ ഒന്നാമത്തെ തെറ്റാണ്. മൗലികാവകാശം അമേരിക്കയാണ്. നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥയും എവിടെ തന്നെയാണ്? അമേരിക്കയിൽ നിന്നാണ്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 155 കഴിഞ്ഞു. 156-ാമത്തെ ചോദ്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് ശരി മതി കേട്ടോ, ശരി മാത്രം മതിയേ. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അല്ലേ? ശരിയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റംഗങ്ങൾക്കും തുല്യ അധികാരമാണുള്ളത്. അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയതുകൊണ്ട് അംഗങ്ങളെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. ശരിയാണ്. അപ്പോൾ 1ഉം 2ഉം 3ഉം എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 157-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായത് മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ ഭാഗം 3-ൽ തന്നെയാണ്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് അംബേദ്കർ അല്ല. നമ്മൾ പഠിച്ചു. ആരാ ലക്ഷ്യപ്രമേയം ആരാ? നമ്മുടെ നെഹ്റു ആണ് അല്ലെ? ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് നെഹ്റു ആണ്. ആമുഖം ജവഹർലാൽ നെഹ്റു ശരിയാണ്. നിർദ്ദേശക തത്വങ്ങൾ മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. തെറ്റായത് ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. 158-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. നോക്കാം. 1, ദൃഢവും അയവുള്ളതുമാണ് അല്ലേ? അതെ, ദൃഢമാണ്. അതേപോലെ നമുക്ക് എന്താണെന്ന് അറിയോ പറയുന്നത്, ചില കാര്യങ്ങൾ ഭേദഗതി ചെയ്യാൻ എളുപ്പമാണ്, ചിലത് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന എന്താണ്? ദൃഢവുമാണ്, അയവുള്ളതുമാണ്. 2, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുണ്ട്. ശരിയാണ്. സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടനയുണ്ട്. ഇന്ത്യയിലില്ല, അത് തെറ്റാണ്. ഇന്ത്യയിൽ എന്തില്ല? സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടനയൊന്നുമില്ല. 4-ാമത്തത് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയാണ്. അപ്പോൾ 1ഉം 2ഉം 4ഉമാണ് ശരി. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഏതും 1ഉം 2ഉം 4ഉമാണ്. 159-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവർ മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തണം. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം മൗലിക അവകാശമാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മൗലിക അവകാശമാണ്. സൗജന്യ നിയമസഹായം നമ്മുടെ മൗലികാവകാശങ്ങളുടെ ഭാഗത്ത് പറയുന്നില്ല. നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗത്ത് എന്ത് പറയുന്നുണ്ട്? സൗജന്യ നിയമസഹായം പറയുന്നുണ്ട്. ലഹരി വസ്തുക്കളുടെ നിരോധനം എവിടെയാണ് പറയുന്നത്? നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗത്ത് അല്ലേ? അപ്പം 1ഉം 2ഉം മാത്രമേ ശരിയുള്ളൂ കേട്ടോ. അങ്ങനെ ഓപ്ഷൻ ഉണ്ടല്ലേ? ഓപ്ഷൻ സി 1ഉം 2ഉം. ഇനി അവസാനത്തെ ചോദ്യമാണ്. ഇത് ചോദിക്കട്ടോ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദിക്കും. നോക്കിക്കോ. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, കോവാറന്റും എന്തധികാരത്തിൽ ശരീരം ഹാജരാക്കാൻ നിരോധനം ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. ഇതിലെ ശരിയായ രീതിയിൽ യോജിപ്പിക്കാൻ അല്ലേ? റിട്ടുകളല്ലേ? റിട്ട് എവിടെ നിന്ന് കടമെടുത്ത്? ബ്രിട്ടനിൽ നിന്ന് അല്ലേ? ബ്രിട്ടനിൽ നിന്നാണ്. ഇത് റിട്ടുകളാണ് കേട്ടോ. 5 റിട്ടുകളുണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ 4 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താ? ശരീരം ഹാജരാക്കുക. മാൻഡമസ് എന്ന് പറഞ്ഞാൽ എന്താ? നാം കൽപ്പിക്കുന്നു. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ വിലക്കുക അല്ലെങ്കിൽ നിരോധനമാണ്. ക്വ വാറന്റോ എന്തധികാരത്തിൽ. ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ഡി വരും അല്ലേ? 1, 2 ആണ്, 3, 4 ആണ്. അല്ല, 1, 2, 2, 4, 3 തന്നെയാണ്, 4, 1 തന്നെയാണ്. അപ്പോൾ ഇത് പഠിച്ചു വെക്കുക. ഹേബിയസ് കോർപ്പസ് എന്താ? ശരീരം ഹാജരാക്കുക. മാൻഡമസ് നാം കൽപ്പിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ആജ്ഞാപിക്കുന്നു എന്നാണ്. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഹിബിറ്റഡ് ഏരിയ എന്നൊക്കെ പറയില്ലേ? നിരോധനം, വിലക്ക് അല്ലേ? പ്രൊഹിബിറ്റഡ് ഏരിയ, വിലക്കുക. കൊവാറന്റോ എന്തധികാരത്തിൽ. അപ്പോൾ ഇത്രയാണ് ഭരണഘടനാ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഉപകാരമായാൽ നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇത്.